ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് ആരംഭിച്ചതോടെയാണ് രാത്രിയിൽ ഉൾപ്പെടെയുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നത്. കടുത്ത പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നത്. മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. ഇതിന്റെ ഭാഗമായി രാത്രി സർവീസുകൾ കൂടുതൽ KSRTC ആരംഭിച്ചു. വാഗമണ്ണിൽ നിന്ന് 8-ന് എറണാകുളത്തേക്ക് യാത്ര ആരംഭിക്കുന്ന KSRTC സർവീസ് രാത്രി 11:15-ന് മൂവാറ്റുപുഴയിലൂടെ പോയി തുടങ്ങി. 10:10-ന് മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ് സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. പുലർച്ചെയും കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തും. കട്ടപ്പന ഡിപ്പോയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ് സർവീസ് പുലർച്ചെ 5-ന് മൂവാറ്റുപുഴയിലൂടെ കടന്നുപോകും. ഉദുമൽപേട്ട് എറണാകുളം ബസ് 5:30-ന് എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിച്ച് രാവിലെ 6:30-ന് മൂവാറ്റുപുഴയിലൂടെ കടന്നുപോകും. രാത്രി തിരികെ 8:30-ന് ഈ ബസ് മൂവാറ്റുപുഴയിലൂടെ എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. MC റോഡ് വഴി കടന്നുപോകുന്ന ബസ്സുകളിൽ ചിലത് മൂവാറ്റുപുഴ എറണാകുളം റോഡിലൂടെ വൈറ്റില ഹബ്ബ് വഴി കടന്നുപോകുന്ന വിധത്തിൽ ഷെഡ്യൂളിൽ ക്രമീകരണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് കളമശ്ശേരിയിലേക്കും പുതിയ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7:55-ന് ആരംഭിക്കുന്ന ബസ് പലനാട്ടിൽ കവല, മഴുവന്നൂർ, കടയിരിപ്പ്, കരിമുകൾ ഇൻഫോ പാർക്ക്, കാക്കനാട് മെഡിക്കൽ കോളേജ് വഴിയാണ് സർവീസ് നടത്തുന്നത്. 5:10-ന് തിരികെ മൂവാറ്റുപുഴയിലേക്കും സർവീസ് നടത്തും. മൂവാറ്റുപുഴ എറണാകുളം ദേശസാൽകൃത റൂട്ടിൽ യാത്ര ദുരിതം രൂക്ഷമായതോടെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത്. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.